പാർലമെന്റിലെ കനത്ത പ്രതിഷേധത്തിന് ശേഷം ഷാഫി നേരെ പറന്നിറങ്ങിയത് കേരളത്തിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആഘോഷങ്ങളിൽ പോലും പങ്കെടുക്കാനാവാതെ നേരെ പാർലമെന്റിലേക്ക് വെച്ചുപിടിച്ച് വോട്ട് ചോരിയുടെ ഭാഗമായി മാറുകയായിരുന്നു സകല എംപിമാരും. അത് മാത്രവുമല്ല, ഇന്നിപ്പോൾ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വലിയ മാറ്റങ്ങളോടെ VPG റാംജി പദ്ധതിയായി രാഷ്ട്രപതിയുടെ ഒപ്പോടെ മാറിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് കനത്ത പ്രതിഷേധമായിരുന്നു കോൺഗ്രസ് പാർലമെന്റിൽ നടത്തിയത്. എല്ലാത്തിനും ഇടം തിരിഞ്ഞ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന ശശി തരൂർ വരെ ഈ വിഷയത്തിൽ മോദിക്കെതിരെ നിലപാടെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെ പടയൊരുക്കവുമായിട്ടായിരുന്നു ഷാഫി അടക്കമുള്ളവർക്ക് ഡൽഹിയിൽ തങ്ങേണ്ടി വന്നിരുന്നത്. എങ്കിൽ ഇങ്ങ് കേരളത്തിൽ വലിയൊരു അട്ടിമറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടിയിട്ട് കളമൊരുക്കുകയും അതിനായി 22% വരുന്ന വോട്ടർമാരെ അജ്ഞാതരാക്കിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റപ്പെടുകയുമാണ് ഉണ്ടായത്. കേരളത്തിലാണ് ഈ അവസ്ഥ എന്ന് ഓർക്കണം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ കുറെ അധികം പേരെ വെട്ടിമാറ്റുക, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇത്തരത്തിലാണ് സുരേഷ് ഗോപി തൃശൂരിലടക്കം വിജയിച്ചു വന്നത്. അത് തെളിയിക്കുന്ന ചില കണക്കുകളുണ്ട്. ഗുരുവായൂർ ഒഴികെ സുരേഷ് ഗോപി ലീഡ് നേടിയ 6 നിയമസഭാ മണ്ഡലങ്ങളിലും അജ്ഞാത വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. സംസ്ഥാനത്ത് ഒരു ബൂത്തിൽ നിന്ന് ശരാശരി 50 വോട്ടർമാർ പുറത്താക്കപ്പെടുമ്പോൾ BJP ലീഡ് ചെയ്ത ബൂത്തുകളിൽ ഈ സംഖ്യ 200-നും 300-നും അടുത്താണ്. ഉദാഹരണത്തിന് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് 559 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച 29ാം നമ്പർ ബൂത്തിൽ 337 വോട്ടർമാരെയാണ് നീക്കം ചെയ്യുന്നത്. ഇതോടെ വലിയ അധ്വാനമില്ലാതെ സുരേഷ് ഗോപിക്ക് ഇനി ജയിക്കാനാകും. BJP മുന്നിലെത്തിയ മണ്ഡലങ്ങളിൽ മാത്രം ഇത്തരം വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്ന ആരോപണങ്ങളെ ബലപ്പെടുത്തുന്നതാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. കള്ളവോട്ടുകൾ ചെയ്താണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് നേരത്തെ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഈ പട്ടികയിൽ തൃശൂരിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിവാക്കുമ്പോൾ അത് രാഹുലിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണ കേരളം കൈപ്പിടിയിൽ ഒതുക്കാൻ സ്ഥാനാർത്ഥികളെയൊക്കെ നേരത്തെ തീരുമാനിച്ചിറങ്ങിക്കൊണ്ട് കോൺഗ്രസ് ഇറങ്ങി. അതിനായി വയനാട്ടിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. വയനാട് പ്രിയങ്കയുടെ മണ്ഡലമാണ്. ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രിയങ്ക നേരിട്ട് നടത്തുമെന്നുള്ള വാർത്തകളും പുറത്തു വരുമ്പോൾ ഈ SIR-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ തീപാറിച്ച നേതാവ് എന്ന നിലയിൽ ഷാഫി കൃത്യമായി പറയുന്നുണ്ട്. ആ രംഗങ്ങൾ കാണാം. SIR നിന്ന് പുറത്താക്കപ്പെടുന്ന 22.5% പേർ, ഏറ്റവും കൂടുതൽ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നൊരു വാർത്ത എന്ന് പുറത്തുണ്ട്. അതിലെങ്ങനെയാണ് ഞങ്ങൾ ഏറ്റവും താഴെത്തട്ട് വരെ അത് കൃത്യമായി പഠിക്കാനും അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാനും ഇന്നലെ കഴിഞ്ഞ ദിവസം KPC കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഇടയിൽ തന്നെ ഇത് നടത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർബന്ധത്തിനെതിരായി നിയമപോരാട്ടം ഉൾപ്പെടെ നടത്താൻ ശ്രമിച്ചതാണ് പാർട്ടി. അപ്പം ഇന്നലെ കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. കോർ കമ്മിറ്റിയിൽ സ്ട്രോങ് ആയി തന്നെ ഗ്രൗണ്ട് ലെവലിൽ ആ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടോന്ന്. 2 എക്സസൈസിന്റെ പിന്നിൽ അജണ്ടകളെ രാജ്യമെമ്പാടും കോൺഗ്രസ് തുടക്കത്തിലെ തുറന്നു കാണിക്കുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ പറയുന്നത് ഇതിനെ വോട്ട് ചോരി എന്ന് തന്നെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജനാധിപത്യ അവകാശത്തെ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കവരാനുള്ള മാർഗം ഒരുക്കുക എന്നുള്ളതാണ് BJP അജണ്ട. ആ BJP അജണ്ട കേരളത്തിലും നടപ്പിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ആ ശ്രമങ്ങൾ കൂട്ടാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാരാണെന്ന് പരിശോധിക്കണം. അങ്ങനെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകളിൽ പറഞ്ഞ പോലെ ഞങ്ങൾ താഴെത്തട്ടുന്ന ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള BJP അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അജ്ഞാതരായ ആളുകളെ സംബന്ധിച്ച് വരെ വോട്ടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പൊ ഇത് അങ്ങേയറ്റം തെരഞ്ഞെടുപ്പിനെ ഈ പ്രക്രിയയെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന അജണ്ടയെ ആ സുതാര്യത ഉറപ്പുവരുത്തേണ്ട സംവിധാനം തന്നെ അതിനെ കൊല്ലാൻ നിൽക്കുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടത്. ഇപ്പൊ ബീഹാറിലെ പറഞ്ഞു കേട്ടു, നമ്മൾ ബംഗാളിലെ പറഞ്ഞു കേട്ടു. കേരളത്തിലും BJP അജണ്ട നടപ്പിലാവുന്നുണ്ടെങ്കിൽ അത് അതീവ ഗുരുതരമാണ്. അത് ആരാണ് അവർക്ക് വേണ്ടി നടപ്പിലാക്കി കൊടുക്കുന്നത്? സെൻട്രലൈസ്ഡ് സംവിധാനമാണോ അതോ താഴെ തട്ട് വരെ ഈ നെറ്റ്വർക്ക് നടപ്പിലാക്കി കൊടുക്കാൻ നിൽക്കുകയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. അത് കൂടുതൽ അതിന്റെ കണക്കുകൾ പഠിച്ച ശേഷം പ്രതികരിക്കാം. തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചോരി ഉണ്ടായിരുന്നു, നേരത്തെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പൊ അത് കൂടുതൽ ശക്തിപ്പെടുകയല്ലേ ചെയ്യുന്ന ആരോപണം? ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഉന്നയിച്ച എല്ലാ സന്ദേഹങ്ങൾക്കും കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വം നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അതിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടാവുന്നത്. ഞങ്ങൾ കൂടുതൽ ആ കാര്യങ്ങളെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കൂടുതൽ വെരിഫൈ ചെയ്ത് പാർട്ടി കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്ത് വരും. തീർച്ചയായിട്ടും കോർ കമ്മിറ്റി KPC കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ യോഗം ചേർന്ന് തീരുമാനിച്ചതും ഇതിന്റെ തുടർ നടപടികളിലേക്ക് ശക്തമായി മുതിർന്ന നേതൃത്വത്തിന് ഉൾപ്പെടെ ചുമതലകൾ കൊടുത്ത് ഫീൽഡിൽ അസംബ്ലി തലങ്ങളിലേക്ക് മുതിർന്ന നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളെ ചെന്ന് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കും.